നമസ്കാരം. പണ്ടെടുത്ത ഋഷഭത്തിലേക്ക് സ്വാഗതം. മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ വർഷത്തേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ്. കാരണം കഴിഞ്ഞ വർഷത്തേക്ക് തിരിഞ്ഞു നോട്ടം എന്ന് പറയുമ്പം നമ്മൾ ഇടയ്ക്ക് കുറച്ച് സ്റ്റോക്കുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഫണ്ടമെന്റലി അതിൻ്റെ ഫിറ്റാണോ അല്ലയോ എന്നതിനെ കുറിച്ചൊക്കെ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മളൊരു 1-2 IPO അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ചില സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുന്നത്, അത് ഫണ്ടമെന്റലി ഫിറ്റ് അല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ നവംബറിൽ നമ്മൾ കുറച്ചൊരു ദിവാലി പിക്സ് ഒക്കെ, അത് നമ്മുടെ അനലൈസ് ചെയ്ത് നമ്മൾ സജസ്റ്റ് ചെയ്തതല്ല, ആ ദിവാലി പിക്സ് ഒക്കെ നമ്മളൊരു 7ഓളം സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ അവരുടെ ദിവാലി പിക്സ്, ഏറ്റവും കൂടുതൽ ബ്രോക്കേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ദിവാലി പിക്സ് സ്റ്റോക്കുകൾ നമ്മൾ കാഴ്ചവെച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഇതിൻ്റെ അകത്ത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ ഒരു ദിവാലി പിക്സിൻ്റെ അകത്ത് നമ്മുടെ കൈയൊന്നുമില്ല. അതിൻ്റെ അകത്ത് ക്രെഡിറ്റ്സ് ഒക്കെ മെജോറിറ്റി ബ്രോക്കേഴ്സിൻ്റെ തന്നെ പോകുന്നു. അപ്പം നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം, അതായത് 2023 നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലിൽ പ്രതിപാദിച്ചിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ, അവയുടെ എല്ലാം പെർഫോമൻസ്, അതെല്ലാം എങ്ങനെയാണ് പ്രകടനം കാഴ്ചവെച്ച 2023 ഇന്നത്തെ ഈ ഒരു രീതിയിൽ ഈ വർഷം ഇപ്പോൾ ഇന്ന് അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഈ അവസാനിക്കാൻ പോകുന്ന ദിവസം അവയൊക്കെ ഏത് വില നിലവാരത്തിൽ ഇരിക്കുന്നു, എന്തുമാത്രം ലാഭം ലഭിച്ചു ഇല്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം, അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ അവിചാരിതമായിട്ടുള്ളൊരു കമൻറ്റ് ഏതോ ഒരു വീഡിയോയുടെ താഴെ എനിക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തന്നു. വളരെ രസകരമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താ പറയുന്നത്, നിക്ഷേപകരെയൊക്കെ പേടിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ്. ഭയങ്കര നെഗറ്റീവാണ്, പേടിപ്പിക്കുകയാണ്. ഒരിക്കലുമല്ല. അതേസമയം തന്നെ നിക്ഷേപകരുടെ പണം കളയാതിരിക്കുക എന്ന് വേണ്ടത് ഈ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ അകത്ത്, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊരു എക്കോസിസ്റ്റത്തിൽ അതിരിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ മാത്രം പണം ഉണ്ടാക്കുക, ബാക്കിയുള്ളവരുടെ എല്ലാം പണം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ആത്യന്തികമായിട്ട് എനിക്കും ബെനിഫിറ്റ് ഉണ്ടാകില്ല. മറ്റൊന്നുമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ ഒരു ഇൻട്രിൻസിക് വാല്യൂസിനെ കുറിച്ചൊക്കെ നമ്മളധികം പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഇതെല്ലാം ഇൻട്രിൻസിക് വാല്യൂവിൽ മാത്രമേ ട്രേഡ് ചെയ്യൂ. യൂറോപ്പിലെ പല വിപണികളും അതാണ് ചെയ്യുന്നത്. അതായത് ബുക്ക് വാല്യൂ 500 രൂപയാണെങ്കിൽ ഒരു 501 510 രൂപയ്ക്ക് മാത്രമേ അവിടെ അതിൻ്റെ അകത്ത് വിലയുണ്ടാവുകയുള്ളൂ. നമ്മളിവിടെ പ്രീമിയം ബുക്ക് വാല്യൂയുടെ 10 ഇരട്ടിയും 25 ഇരട്ടിയിലും ഇവിടെ പലതും ട്രേഡ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ കൂടുതൽ ജനസംഖ്യ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതും വോളട്ടിലിറ്റിയും അതുകൊണ്ട് തന്നെയാണ്. ഈ 2 കാര്യങ്ങളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ആകർഷണീയമാക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതേസമയം ബഹുഭൂരിപക്ഷം പേരും മാർക്കറ്റിൽ വന്നിട്ട് പണം നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ, എന്നിട്ട് എല്ലാവരും FDയിൽ കൊണ്ടുപോയി പണം ഇടുകയാണെങ്കിൽ, ബോണ്ടിൽ ഇടുകയാണെങ്കിൽ, ഇവിടെ മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വളരെയധികം കുറയും. ഈ മാർക്കറ്റിൻ്റെ അകത്ത് വളരെ സുരക്ഷിതമായി നിലനിൽക്കാൻ ആഗ്രഹിച്ച് വളരെയധികം അനലൈസ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് പണം ഇടുന്നവർക്ക് പോലും പ്രീമിയംസിൻ്റെ ബെനിഫിറ്റ് ലഭിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും, ഓരോരുത്തർക്കും ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് മറ്റുള്ളവർ കൂടി ലാഭത്തിലേക്ക് ആക്കുക എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പ്രതിപാദിക്കുന്നത്. അല്ലാതെ എല്ലാവരെയും നെഗറ്റീവ് അടിപ്പിച്ച് കൊല്ലുക എന്നുള്ള ഒരു രീതിയിലല്ല. വളരെ പോസിറ്റീവായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് 1000 രൂപ നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് 10,000 രൂപയാക്കി മാറ്റാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയോ അതിന് കുറേ ടിപ്സ് കൊടുക്കുകയോ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ബ്രോക്കറേജ് ഹൗസിലേക്ക് വരും, ഞാൻ നിങ്ങളെ ഇരട്ടിപ്പിച്ച് കാണിക്കാമെന്ന് പറഞ്ഞാലോ, അതെല്ലാം ആദ്യത്തെ ഒരു 2-3 മാസത്തേക്കോ 1-2 വർഷത്തേക്കോ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് ലാഭം ലഭിക്കണമെങ്കിൽ ആത്യന്തികമായി എല്ലാവർക്കും നേട്ടം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിനകത്ത് വേറെ ഗിമ്മിക്സ് ഒന്നുമില്ല. ഇത് ഞാൻ ആദ്യം തന്നെ ഈ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പ്രതിപാദിച്ച സ്റ്റോക്കുകളൊക്കെ പ്രധാനമായിട്ട് നമുക്ക് വേണമെങ്കിൽ 4 ആയിട്ട് തിരിക്കാം. ഒന്ന്, നമ്മളായിട്ട് ഫണ്ടമെന്റൽസ് ഒക്കെ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ. 2 വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് റെക്കമെൻഡേഷൻ നമ്മൾ കൊടുത്ത കുറച്ച് സ്റ്റോക്കുകൾ. കാരണം സെല്ല് റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചിരുന്നതാണ് ഈ സ്റ്റോക്കുകൾ ഒക്കെ നല്ലതാണോ, നമുക്ക് ഇൻട്രോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ചില സ്റ്റോക്കുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് അത് നല്ലതല്ല, കാരണം നിങ്ങളത് എൻട്രി ചെയ്യുന്നതിൻ്റെ അത്ര പ്രോസ്പെക്റ്റീവ് അല്ല എന്ന് പറഞ്ഞു. അപ്പം അവർ സെല്ല് ചെയ്തിട്ട് അതിൻ്റെ അവസ്ഥ പിന്നെ എന്തായി എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ IPO. നമ്മൾ 1-2 സ്റ്റോക്കുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന IPO, പിന്നെ ദിവാലി പിക്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് വരുന്നത് ദിവാലി പിക്സ് ആണ്. അതായത് നവംബറിൽ നമ്മൾ പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ അവയുടെ ഈ ഒരു മാസം, ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ അവയുടെ പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് മാരുതിയാണ്. അപ്പോൾ മാരുതി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സമയത്തല്ല, ദിവാലിയുടെ സമയത്ത് ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന സമയത്ത് 10,284 ഇപ്പോൾ 10,283 ഉണ്ട്. അപ്പം ഏകദേശം അതേ വിലയിൽ തന്നെയാണെന്നുള്ളത് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ICICI ആണ്. അപ്പോൾ ICICI ഏകദേശം 10% ഉയർന്നിട്ടുണ്ട്, 1,005 കോൾ ഇന്ത്യ. നമ്മൾ 15 രൂപ ഡിവിഡൻറ്റും കൂടെ അതിന് ശേഷം കൊടുത്തതും കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂടുമ്പം ദിവാലിയുടെ സമയത്ത് 312 ഇരുന്നത് ഇപ്പം അവർ 15 രൂപ ഡിവിഡൻറ്റും കൂടി കൂട്ടുമ്പം 401 ആയിട്ടുണ്ട്. HDFC AMC അതുപോലെ 17% നൽകി. DLF 25% ഉയർന്നു. ടാറ്റ മോട്ടോഴ്സ് 18%, L&T 20%.
അതിനകത്ത് നഷ്ടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അന്നത്തെ വിലയേക്കാളും കുറഞ്ഞിരിക്കുന്നത് ഒന്ന് വണ്ടർലയാണ്, ഏകദേശം 3% കുറവാണ്. വീനസ് പൈപ്സ് ഏകദേശം 1%, 1.5% അടുത്ത് കുറവാണ്. അതേപോലെ ഗാർവെയർ ഹൈടെക് അത് ഏകദേശം 5% അടുത്ത് കുറവാണ്. അപ്പോൾ നമ്മൾ ഈ മൊത്തം അതിൻ്റെ അകത്ത് നമ്മൾ പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ, പൊതുവായിട്ട് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏകദേശം 18 എണ്ണമാണ് നമ്മൾ അതിനകത്ത് നിന്ന് തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിനകത്ത് നിന്ന് 18 എണ്ണത്തിനും കൂടി ചേർന്നിട്ട് കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ 13% റിട്ടേൺസ് നൽകി. ഇതാണ് ദിവാലി പിക്സ് നമ്മൾ പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സൊക്കെ മുമ്പോട്ട് വെച്ചത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു വർഷാവസാനം നമ്മൾ മുമ്പോട്ട് പറയാനുള്ളത്. ഇപ്പോൾ ദിവാലി പിക്സിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ക്രെഡിറ്റ്സ് ഒന്നുമില്ല, ഗുണമായാലും ദോഷമായാലും. രണ്ടാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളായിട്ട് തന്നെ അനലൈസ് ചെയ്താണ് ഫണ്ടമെന്റൽസ്. അപ്പോൾ ഇതെല്ലാം ജാനുവരിയിലാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞതെന്നുള്ളതിനെ കുറിച്ച് വിചാരിക്കേണ്ട. പല പല കാലങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അകത്ത് ചിലതൊക്കെ കഴിഞ്ഞ മാസമാണ്, ചിലതൊക്കെ ഈ മാസം തന്നെയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പം അതിൻ്റെ അകത്ത് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് മാപ്പ് മൈ ഇന്ത്യ ആയിരുന്നു. അപ്പം അന്ന് നമ്മളത് അനലൈസ് ചെയ്യുന്ന സമയത്ത് 1632 ഇപ്പോൾ അതിൻ്റെ വില 1962 ഏകദേശം 20% പ്രോഫിറ്റിൽ നിന്ന് കണക്ക് കൂട്ടാം. ഡ്രീം ഫ്ലോക്സ് ആയിരുന്നു മറ്റൊന്ന്, അന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് 489 ഇപ്പോൾ 546 പ്രാജ് ഇൻഡസ്ട്രീസ് അത് 504 ഇപ്പോൾ 552 JSW എനർജി 382 407 അതിൻ്റെ ഇപ്പോഴത്തെ വില. കെസ് കോർപ്പ് 395 നമ്മളത് അനലൈസ് ചെയ്യുമ്പോഴുള്ള വില. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മാസം മുമ്പായിരുന്നു എന്ന് തോന്നുന്നു. 522 അതിൻ്റെ ഇപ്പോഴത്തെ വില. സോറി, കെസ് കോർപ്പ് നമ്മൾ അനലൈസ് ചെയ്തത് 4 മാസം മുമ്പല്ല, ഏകദേശം 8 മാസം മുമ്പാണ്. കാരണം ബജറ്റിന് ശേഷമാണ്. കാരണം ഗവൺമെന്റ് ബജറ്റിൽ നൈപുണ്യത്തിന് വേണ്ടിയിട്ട്, നൈപുണ്യ വികസനത്തിന് വേണ്ടി പണം വകയിരുത്തിയതിന് ആ ഒരു കാലത്താണ് നമ്മൾ ഇത് സജസ്റ്റ് ചെയ്തിരുന്നത്. പിന്നത്തത് ഫീനിസ് ഇന്റർനാഷണൽ ആണ്, അത് 27 നിന്ന് 38 എത്തി. ടാറ്റ കമ്മ്യൂണിക്കേഷൻ അത് ഈ മാസമൊക്കെ തന്നെയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്, അത് 1670 നിന്ന് 1710 എത്തി. സി കോഫോർജ് അതുപോലെ ക്രോംപ്ടൺ ഗ്രീവ്സ് 282 297 5% പ്രോഫിറ്റ്. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് ഫീനിസ് ഇന്റർനാഷണൽ ആണെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടി. 40% 41% അടുത്തുണ്ട്. ഏറ്റവും കുറവ് കിട്ടിയത് ക്രോംപ്ടൺ ഗ്രീവ്സും ആണ്, 5% മുകളിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും എല്ലാം ലാഭകരമായിരുന്നു. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് സെൽ റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നത്. അതിലൊന്ന് ഊർജ ഗ്ലോബലാണ്. അപ്പോൾ ഊർജ ഗ്ലോബലിന്റെ ടെസ്ലയുമായി ചേർന്നിട്ടുള്ള ഒരു കരാറിന്റെ പേരിൽ വളരെയധികം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ന്യൂസുകളൊക്കെ പരത്തിയിട്ട് അത് റോക്കറ്റ് പോലെ മുകളിലേക്ക് പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പറയുമ്പോൾ 15.35 ആയിരുന്നു അതിൻ്റെ വില. അതിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം 15.5 രൂപയിലാണ്. അപ്പോൾ മാർജിനലി ഒരു 15 പൈസയുടെ ലാഭത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ നമ്മളന്ന് റെക്കമെൻഡ് ചെയ്ത്, നമ്മളത് സെൽ റെക്കമെൻഡേഷൻ കൊടുത്തതിന് ശേഷം അത് താഴോട്ട് ഏകദേശം 10ന്റെ അടുത്തൊക്കെ പോയിരുന്നു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. മറ്റൊന്ന് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ സെൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ എൻട്രി ചെയ്യേണ്ട എന്ന് പറഞ്ഞൊരു സ്റ്റോക്കായിരുന്നു കഫേ കോഫി ഡേ. അപ്പം അന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അത് 37 ആയിരുന്നു, ഇപ്പോൾ അത് 63. അതായത് ഏകദേശം 70% അടുത്ത് അത് മുകളിലേക്ക് പോയി. ഇന്നത്തെ കാലത്ത് നമ്മളത് സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ട് സെല്ല് ചെയ്യാത്ത ഒരാളുണ്ടായിരുന്നെങ്കിൽ അയാൾ 70% ലാഭത്തിൽ ഇരുന്നേനെ എന്നർത്ഥം. എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ പറയുന്നു കഫേ കോഫി ഡേ എൻട്രി ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കല്ല. ദീർഘകാല നിക്ഷേപകന് ഒരിക്കലും അതിനെക്കുറിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥിതിയിലല്ല ഇപ്പോഴും ഉള്ളത്. നമ്മുടെ അഭിപ്രായം മാറിയിട്ടില്ല. മറ്റൊരു സ്റ്റോക്ക് ഗോയൽ അലുമിനിയം ആണ്. നമ്മൾ സെൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന സമയത്ത് 12.95 ഇപ്പോൾ 10 രൂപയാണ് ഇരിക്കുന്നത്. 22% താഴോട്ട് പോയി. മറ്റൊന്നുള്ളത് മിർസ ഇന്റർനാഷണൽ ആയിരുന്നു. നമ്മളത് സെൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന സമയത്ത് 49.90 ശേഷം 50 രൂപയുടെ അടുത്താണ്. ഇപ്പോൾ 46 രൂപയാണുള്ളത്. അതും താഴോട്ട് തന്നെയാണ്. വേദാന്ത 286 നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം 10% താഴെയാണ് നിൽക്കുന്നത്. മറ്റൊന്നുള്ളത് BCG ആണ്. BCG 26 രൂപ 30 ഇരിക്കുമ്പോഴാണ് നമ്മൾ സെൽ റെക്കമെൻഡേഷൻ കൊടുത്തത്. ഇപ്പോൾ അത് 20 രൂപയുടെയും താഴെയാണ്. ഇതിൻ്റെ അകത്ത് കഫേ കോഫി ഡേ ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോഴും നമ്മൾ സെൽ റെക്കമെൻഡേഷൻ കൊടുത്തതിനേക്കാളും വളരെ താഴെയൊക്കെ തന്നെയാണ്. നാലാമത്തെ സെഗ്മെന്റ് ആണ് IPOs. നമ്മൾ 2 IPO മാത്രമേ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അനലൈസ് ചെയ്തുള്ളൂ. ഒന്ന് ടാറ്റ ടെക് ആണ്. ടാറ്റ ടെക് IPO, അത് IPO പ്രൈസ് ഏകദേശം 500 രൂപയായിരുന്നു. അത് ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 1400 രൂപയിലേക്ക് പോയി. ഏകദേശം 3 ഇരട്ടി റിട്ടേൺസ് നിക്ഷേപകർക്ക് ലഭിച്ചു. മറ്റൊന്നുള്ളത് മാമായർത്തായിരുന്നു നമ്മൾ അനലൈസ് ചെയ്തിരുന്ന ഒരു IPO. അത് നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നില്ല. വന്നത് IPO പ്രൈസ് ഏകദേശം 330 രൂപയായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ വില ഏകദേശം 456 ഏകദേശം 38% ഉയർന്നാണ് നിൽക്കുന്നത്. ഈ കൂട്ടത്തിൽ നമ്മൾ റെക്കമെൻഡേഷൻ അല്ല, പക്ഷെ അതേസമയം നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഒക്കെ ഒരു അഭ്യർത്ഥന പ്രകാരം നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ആണ് അദാനി ഗ്രൂപ്പ്. കാരണം പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ നമുക്കറിയുന്ന പോലെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടൊക്കെ വന്നതിനെ തുടർന്ന് എല്ലാവരും അദാനി സ്റ്റോക്കുകളിൽ നിന്നും പാനിക്കായിട്ട് എക്സിറ്റ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വളരെയധികം നിക്ഷേപകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അദാനി സ്റ്റോക്കുകളുടെ ഭാവി എന്താണെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് അദാനി സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഫെബ്രുവരി മാസങ്ങളിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ലോവർ സർക്യൂട്ടിലൊക്കെ എൻഡ് ചെയ്യുന്ന കാലത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദാനി സ്റ്റോക്കുകളെ കുറിച്ച് എന്ത് ചെയ്യണമെന്നുള്ള
വ്യൂവേഴ്സിൻ്റെ ഒക്കെ അഭ്യർത്ഥന മാനിച്ചു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം, അദാനി സ്റ്റോക്ക് ഫണ്ടമെന്റലി ഫിറ്റാണ്. അപ്പോൾ ഈ ഒരു ഹിൻഡൻബർഗിന്റെ കുറെ ആരോപണങ്ങൾ പോലും സത്യം പറഞ്ഞാൽ ഇതിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നില്ല. ഫണ്ടമെന്റൽസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നില്ല. അതേസമയം ഒരു ലീഗാലിറ്റിയും കംപ്ലയൻസ് ഇഷ്യൂസും മാത്രമായതുകൊണ്ട് മാക്സിമം സംഭവിക്കാൻ പോകുന്ന റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീലിസ്റ്റിംഗ് റിസ്ക് ആണ്. ആ ഡീലിസ്റ്റ് ചെയ്താൽ തന്നെ 2-3 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ തിരിച്ചു വരാവുന്ന ഒരു കാര്യമാണ്. കാരണം വീണ്ടും സ്റ്റേക്ക് ഡൈല്യൂഷൻ നടന്നു കഴിഞ്ഞാൽ, കാരണം പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്ററി കൺസേൺ അത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്യുമുലേറ്റ് ചെയ്യേണ്ടവരോ അക്യുമുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉള്ളവർക്ക് ഹോൾഡ് ചെയ്യുകയോ ചെയ്യാം. പാനിക് ആയിട്ടുള്ള സെല്ലിങ് ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന രീതിയിലാണ് നമ്മളന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും അതൊരു റിസ്കി അഫെയർ ആണ്. പ്രത്യേകിച്ച് ചിലപ്പോൾ ഫണ്ട് മുടങ്ങി കിടക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള കൺസേണും നെഗറ്റീവായിട്ടുള്ള ഫാക്ടറും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അത് കേട്ടിട്ട് ഈ പറഞ്ഞതുപോലെ ഹോൾഡിങ് അവിടെ നിർത്തുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് എൻട്രി ചെയ്യുകയോ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്തവരെ സംബന്ധിച്ചുള്ള ഈ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പ്രയോജനപ്പെടും. 2 ഫെബ്രുവരി 2023 അദാനി എൻ്റർപ്രൈസസിന് ഏകദേശം 1193 ഉണ്ടായിരുന്നത്. ഇപ്പോൾ 3000 ചില ഏകദേശം 3 ഇരട്ടിയോളമായി. അതേപോലെ തന്നെ അദാനി ടോട്ടൽ ഗ്യാസ് ആണെങ്കിൽ അന്ന് 678 ആയിരുന്നു. ഇപ്പോൾ 1100 ഏകദേശം ഇരട്ടിയോളമായി മാറി. അദാനി പവർ ആണെങ്കിൽ അന്ന് 132 എത്തിയിരുന്നു. ഇപ്പോൾ ഏകദേശം 600 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 590 ഏകദേശം 5 ഇരട്ടിയോളമായി. അതുപോലെ അദാനി ഗ്രീൻ ആണെങ്കിൽ അന്ന് 439 ആയിരുന്നു. ഇപ്പോൾ 2185 ഉണ്ട്. ഏകദേശം 5 ഇരട്ടിയുടെ അടുത്തോളം എത്തി. അദാനി പോർട്ട് 395 ആയിരുന്നു. അതിപ്പോൾ 1144 ഉണ്ട്. ഏകദേശം 2.5 ഇരട്ടിയായി മാറി. അപ്പോൾ മോശമില്ലാത്ത ഒരു റിട്ടേൺസ് അന്ന് അദാനി ആ ഒരു പാനിക്കിൽ ഓടി സെല്ല് ചെയ്യാത്തവർക്ക് ലഭിച്ചു എന്ന് വേണം കണക്കാക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കഴിഞ്ഞ വർഷത്തെ റെക്കമെൻഡേഷൻസിൻ്റെ ഒരു ആകത്തുക. അപ്പോൾ അതിനകത്ത് ചിലതൊക്കെ നമ്മൾ സെൽഫ് റെക്കമെൻഡേഷൻ പറഞ്ഞതൊക്കെ വളരെയധികം മുകളിലേക്ക് പോയി. ചിലതൊക്കെ IPO നമ്മൾ എടുക്കണ്ട എന്ന് പറഞ്ഞത് മുകളിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ള ഫണ്ടമെന്റലി അനലൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എല്ലാം ലാഭത്തിൽ തന്നെയായി. ദിവാലി പിക്സ് ബഹുഭൂരിപക്ഷവും ലാഭത്തിൽ തന്നെയാണ്. ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന സ്റ്റോക്കുകളും ആക്റ്റീവ്ലി ട്രേഡഡ് സ്റ്റോക്കുകളും കഴിഞ്ഞ ജാനുവരി മുതൽ മുകളിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപൂർവം ചിലത് മാത്രമേ താഴോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു 2023 നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ബുൾ റാലി തന്നെയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ വർഷത്തെയും സ്റ്റോക്ക് അനാലിസിസ് നമ്മൾ അനലൈസ് ചെയ്ത സ്റ്റോക്കുകളുടെ അവസ്ഥ നമ്മൾ ഇയർ എൻഡിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡ് ഓഫ് കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം ലാഭകരമായിരുന്നു എന്ന് കരുതി എല്ലാ വർഷവും ഇത്ര റിട്ടേൺസ് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പല PMS പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് പലരും വരുമ്പോഴും നമ്മൾ പറയുന്നൊരു കേസ് അതാണ്. നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് ഹിസ്റ്ററി നിങ്ങൾക്ക് 30% 40% നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അടുത്ത വർഷങ്ങളിലെല്ലാം ലഭിക്കുമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾ ഒരു 20 മുതൽ 25% വരെ മാത്രമേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിച്ച് വരേണ്ട ആവശ്യമുള്ളൂ. അത് മാത്രമേ ഒരു തരത്തിൽ PMSന് ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് റീസണബിൾ ആയിട്ട് ലഭിക്കുമെന്ന് കരുതപ്പെടേണ്ട ആവശ്യമുള്ളൂ. കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ അകത്ത് ഈ ഒരു ബുൾ റാലി വന്ന് ചാടിയ എല്ലാവരും ലാഭത്തിൽ തന്നെയായിരിക്കും അവസാനിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. അത് പ്രത്യേകിച്ച് വലിയ വലിയ അനാലിസിസ് നടത്തി സ്റ്റോക്ക് എടുത്തവരും അല്ലാത്തവരും ഒക്കെ ഏകദേശം അവസ്ഥ അതൊക്കെ തന്നെയാണ്. ഈ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ മുകളിൽ നിങ്ങൾ റിസ്കി ആയിട്ടുള്ള കുറേ ഫണ്ട്സ് കൊണ്ട് ഡിപ്ലോയ് ചെയ്തിട്ട് വരും വർഷങ്ങളും അതേപോലെ തന്നെ റിട്ടേൺസ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ ഇരിക്കരുത്. എപ്പോഴും നിങ്ങൾ വിവേകമതികളാകുക. പണം നേടിയവരും പണം നഷ്ടപ്പെടുത്തിയവരുടെയും പ്രധാനപ്പെട്ട കാരണം അത്യാഗ്രഹം തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് വിവേകത്തോടു കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റ്സും സ്റ്റോപ്പ് ലോസും ഒക്കെ നിർണ്ണയിക്കുക, അതനുസരിച്ച് മുമ്പോട്ട് പോകുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റേ അധ്യായം കൊണ്ട് കാണാതെ വരെ നന്ദി, നമസ്കാരം.